അല്ല, ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫർമാർ എനിക്ക് തോന്നുന്ന ഒരു അസിസ്റ്റൻസിനെ വെച്ച് സോർട്ട് ചെയ്യുന്നുണ്ട്. സോർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇട്ട് സോർട്ട് ചെയ്ത് തരും. പിന്നെ അവര് വർക്കിംഗ് സ്റ്റിൽസ് അല്ല, ഡേറ്റ് ഇട്ട് സോർട്ട് ചെയ്യുന്ന വെച്ചാൽ വെറുതെ അതത് എടുത്തിടല്ല, എലിമിനേറ്റ് ചെയ്യല്ല. പക്ഷെ അത് നമുക്ക് അങ്ങനെ കിട്ടാതിരിക്കുന്നതല്ലേ. അതെ, കാരണം അവരുടെ ഐഡിയ അല്ലായിരിക്കും നമ്മുടെ ഐഡിയ. പക്ഷെ ചില ഫോട്ടോഗ്രാഫർമാരിൽ നമ്മൾ നേരത്തെ വിളിച്ച് മൾട്ടിപ്പിൾ എലമെന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ന രീതിയിലൊക്കെ ഫോട്ടോ എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് പ്രശ്നമില്ല. നമ്മൾ അവിടെ നിന്ന് ചെയ്യിച്ച് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും. ഫോട്ടോഷൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ പടത്തിന്റെ സീനാണ് നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നെങ്കിൽ അപ്പം അതിനകത്ത് ഇന്നോല ലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇന്നോല കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് എടുക്കുന്നതുകൊണ്ട്. പിന്നെ അതുകൂടാണ്ട് ചില നമുക്ക് ലക്കിന് കിട്ടിപ്പോയ സാധനങ്ങളുണ്ട്. ചില റിജക്ട് ചെയ്ത ഫോട്ടോസ്, കളഞ്ഞ ഫോട്ടോസിനകത്തു നിന്നൊക്കെ നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. ശ്രദ്ധിക്കപ്പെട്ട ഏതെങ്കിലും സിനിമകളിൽ പറയാനുണ്ടോ? അതിന് ശ്രദ്ധിക്കപ്പെട്ട ശരിക്കും പറഞ്ഞാൽ ആദ്യ രാത്രി എന്ന് പറയുന്ന പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഉണ്ട്. ഇവര് കുട പിടിച്ച് നടന്നു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ബിജുമേനന്റെ പടം, ജിബിച്ചേട്ടൻ്റെ പടം. അപ്പോൾ ആ ഫോട്ടോ നമ്മുടെ അടുത്ത് ആദ്യം കുടയും പിടിച്ച് ഈ ബിജുമേനൻ നടന്നു വരുന്നൊരു സാധനമുണ്ട്, കൂടെ ഹീറോയിനും ഉണ്ട്. രണ്ടുപേരും കൂടെ നടന്നു വരുന്നൊരു സാധനമുണ്ട്. ശരിക്കും കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഫോട്ടോയ്ക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടില്ല. ബിജുമേൻ്റെ ലുക്ക് കറക്റ്റ് ആയിട്ടില്ല, അതേപോലെ കുട കറക്കിയ സാധനം കിട്ടിയിട്ടില്ല, അങ്ങനെ കുറെ പിടിച്ചേക്കുന്ന സാധനം ഇല്ല. അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എ ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ഫോട്ടോസ് എടുത്തു. ആ റോയിലെ ഫുൾ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തു. അതായത് ബിജുമേന്റെ ഹെഡിന്റെ അവിടെ തൊട്ട് താഴോട്ട് ബോഡി വേറെ, കുട പിടിച്ചേക്കുന്ന കൈ വേറെ, അങ്ങനെ ഫുൾ പീസ് കട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നൊരു 60-65 ഫോട്ടോസ് പീസാണത്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ ഫോട്ടോഷൂട്ട് നടത്തിയൊരു പടമുണ്ട്. വലിയ ഫോട്ടോഷൂട്ട് നടത്തി അതിൽ പുറത്തുനിന്നുള്ള ഒരു ഹീറോയിനെ വെച്ച് ഫോട്ടോഷൂട്ട് നടത്തി. ഫുൾ ഫോട്ടോഷൂട്ട്, വലിയ ഫോട്ടോഷൂട്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഹീറോയിൻ മാറുകയാണ് ആ പടത്തിൽ നിന്ന്. ബാക്കി ആർട്ടിസ്റ്റ് ഉണ്ട്, പക്ഷെ നായകനും നായികയുണ്ട്. നായകനുണ്ട്, നായിക ഇല്ല. അപ്പം നായികന്റെ ഫോട്ടോ തല ഫുള്ള് റീപ്ലേസ് ചെയ്തു. അതായത് പടത്തിന്റെ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് അതേപോലെ ഷൂട്ട് ചെയ്ത് മാച്ച് ചെയ്തു ഫുള്ള്. പടം പറയാൻ പറ്റത്തില്ല. ഹിറ്റായിരുന്നു, കുഴപ്പമില്ലാതെ കൂടിയ പടമാണ്. അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള പടങ്ങളുണ്ട്. അങ്ങനെ കുറെ രസകരമായിട്ടുള്ള സംഭവം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പോയില്ലേ.